ഭാഗം 9. അടുത്ത ലക്ഷ്യം ഇടുക്കി ഡാമിലേക്കുള്ള ബോട്ടിംഗ് ആയിരുന്നു. ഇടുക്കിയുടെ പല സ്ഥലത്തും ബോട്ടിംഗ് ചെയ്യാം. പക്ഷേ ഇടുക്കി ഡാമിൽ ബോട്ടിംഗ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഡാമിൻ്റെ അകത്താണ് നമുക്ക് ഈ ബോട്ടിംഗ് കിട്ടുന്നത്. ഡാമിൻ്റെ ഉൾഭാഗത്തേക്കുള്ള വഴിയിൽ KSEBയുടെ ലോഡ്ജിംഗ് കൊടുക്കുന്നുണ്ട്. നേരത്തെ ബുക്ക് ചെയ്യണം ലോഡ്ജിംഗ് കിട്ടാൻ. ആ ലോഡ്ജിംഗ് കാടിനകത്താണ്. ആൾ തിരക്കുണ്ടാവില്ല. കുറച്ചൊരു ഭയമുണ്ടാകും ആരെയും കാണാതെ. പക്ഷേ പ്രകൃതിയുടെ കൂടെ സ്വസ്ഥമായിട്ടിരിക്കാം. പ്ലാസ്റ്റിക് ഫ്രീ സോൺ കാർഡും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലോഡ്ജിങ്ങും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണവും നല്ല ഒരു അനുഭവമായിരിക്കും എന്ന് തോന്നി. തിരക്കും ബഹളങ്ങളും ഒന്നുമില്ലാതെ ഡാമിൻ്റെ ഉള്ളിലേക്ക് യാത്ര പുറപ്പെട്ടു. മലകളും അതിൻ്റെ ഇടയിലുള്ള വെള്ളക്കെട്ടും പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഡാമിൻ്റെ അകത്ത്. അവിടെ വെച്ച് ഞാനൊരു കല്ല് വാഴച്ചെടി കണ്ടു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ബോട്ടിംഗ് ഏർപ്പാട് ചെയ്തു തരുന്നത്. ഒരു ബോട്ട് ഡ്രൈവറും ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടാവും. മിനിമം 10 ആള് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 10 ആളായപ്പോഴാണ് യാത്ര തുടങ്ങിയത്. ആരുമില്ലാതെ ഒരു വലിയ ഡാമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചെറിയൊരു ഭയം തോന്നി എന്നത് സത്യമാണ്. കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ആർച്ചിൻ്റെ അടുത്ത് എത്തുന്നത്. പാറക്കെട്ടുകളും മണ്ണും കലർന്ന പ്രകൃതിയാണ് 4 പുറവുമുള്ള കുന്നുകൾക്ക്. അതിൽ ചെറിയ ചെടികൾ വളർന്ന് കാടായി നിൽക്കുന്നുണ്ട്. നല്ല ആഴമുണ്ട് ഡാമിന്. തെളിഞ്ഞ വെള്ളം, കുപ്പയോ പ്ലാസ്റ്റിക്കോ ഇല്ല. KSEB അത്രയും കണിശമായിട്ടാണ് ഡാം കൊണ്ടു നടക്കുന്നത്. ആ കാട്ടിലും വെള്ളത്തിലും ഒരു ചെറിയ പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ വൃത്തിയുള്ള സ്ഥലം നിലനിർത്താൻ പറ്റുമെന്നുള്ള സാക്ഷ്യമാണത്. പിന്നെ പ്രകൃതിയുടെ ഒരു സുഗന്ധം നമുക്ക് അവിടെ അനുഭവിച്ചറിയാം. കലർപ്പില്ലാത്ത മണ്ണ്, കലർപ്പില്ലാത്ത പ്രകൃതി, കലർപ്പില്ലാത്ത വായു. ഞാൻ പല സ്ഥലത്തും വെച്ച് പ്രകൃതിയുടെ ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും എന്തോ ഒരു വ്യത്യസ്തത ആ ഡാമിൻ്റെ ഉൾഭാഗത്ത്. ഇടുക്കി ഡാമിൻ്റെ ഉൾവശം ബോട്ടിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. അങ്ങനെ പോകുന്ന വഴിക്ക് വൈശാലി ഗുഹ കാണാൻ കഴിയും. അത് കുറത്തിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈശാലി സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ് വൈശാലി ഗുഹ. അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് നിർത്തലാക്കപ്പെട്ടു. അകത്തു നിന്നും കാണുമ്പോഴും ഡാം ഒരു നിവർന്ന വരയായിട്ടാണ് തോന്നുന്നത്. വളവായി തോന്നുന്നില്ല. കുറുവൻ മല അധികം ഉയരമില്ലാതെ വീതി കൂടി ഒരു ബലമുള്ള മലയാണ്. അതിൻ്റെ ഒരറ്റത്താണ് നമ്മുടെ ബോട്ടിംഗ് തുടങ്ങുന്നത്. കുറത്തിമല നല്ല ഉയരമുള്ള വീതി കുറഞ്ഞ നീണ്ടു നിവർന്ന് ഒരുപാട് ദൂരം പോകുന്ന ഒരു മലയാണ്. അഞ്ചുരുളി, കുളമാവ് ഭാഗങ്ങളൊക്കെ കിടക്കുന്നത് കുറത്തിമലയിലാണ്. അങ്ങനെ വൈശാലി ഗുഹ കണ്ട ശേഷം ആ യാത്ര അവസാനിപ്പിച്ച് ബോട്ട് തിരിച്ച് യാർഡിൽ തിരിച്ചെത്തി.